രാഹുൽ ഗാന്ധിയുടെ വിവാദ പരാമർശങ്ങൾ രേഖയിൽ നിന്ന് നീക്കി. ലോക്സഭാ സ്പീക്കറുടേതാണ് നടപടി. അതേസമയം രാജ്യത്തെ യുവാക്കളുടെ ഭാവി പന്താടുന്ന ആരെയും വെറുതെ വിടില്ലെന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷാ. പരീക്ഷാ ക്രമക്കേട് തടയാനുള്ള ബില്ല് പാസ്സാക്കിയതിനെയും അമിത്ഷാ സ്വാഗതം ചെയ്തു. പി ബസന്ത് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ബസന്ത്, രാഹുൽ നടത്തിയ ഇഡിയറ്റ് പരാമർശം ഉൾപ്പെടെയുള്ളവയാണോ ഇതൊക്കെയാണ് ഇപ്പോൾ നീക്കം ചെയ്തിരിക്കുന്ന രേഖകളിൽ നിന്നും? ഒപ്പം തന്നെ ഈ ആഭ്യന്തരമന്ത്രി പറയുന്ന യുവാക്കളെ വെച്ച് പന്താടുന്നു എന്ന് അദ്ദേഹം പറയുന്നത് കൊണ്ട് ഏത് വിഷയത്തെ പശ്ചാത്തലമാക്കിക്കൊണ്ടാണ് അദ്ദേഹം പറയുന്നത്? രാഹുൽ ഗാന്ധി അമിത്ഷായ്ക്കെതിരെ നടത്തിയ പരാമർശങ്ങളാണ് ഇപ്പോൾ നീക്കം ചെയ്തിരിക്കുന്നത്. ഒന്ന്, ഹോം മിനിസ്റ്റർ ഹാസ് ഓത്തറൈസ്ഡ് ദ ഷൂട്ടിംഗ് ഓൺ ആർ സ്റ്റുഡൻസ് എന്നുള്ള ഹോം മിനിസ്റ്റർ ഹാസ് ഓത്തറൈസ്ഡ് എന്നുള്ള ആ ഭാഗം എടുത്തു കളഞ്ഞിരിക്കുന്നു. രണ്ടാമതായി പറഞ്ഞിരിക്കുന്നത്, അമിത്ഷാ സഭയിലേക്ക് വരുന്നത് ഞാൻ കണ്ടു. 30 കാറുകളുള്ള ഒരു വാഹന വ്യൂഹമാണ് ഉണ്ടായിരുന്നത്. അതിന്റെ അകത്ത് അദ്ദേഹം വിറയ്ക്കുകയായിരുന്നു എന്നുള്ള ആ വാക്കും ഇപ്പോൾ നീക്കം ചെയ്തു എന്നാണ് ഇപ്പോൾ പാർലമെന്റ് ലോക്സഭയിൽ നിന്നും അറിയിച്ചിരിക്കുന്നത്. സ്പീക്കറുടെ നിർദ്ദേശപ്രകാരമാണ് ഈ നടപടികൾ. അതോടൊപ്പം തന്നെ മറ്റ് പരാമർശങ്ങളും നീക്കം ചെയ്യുമെന്ന് സ്പീക്കർ വ്യക്തമാക്കിയിട്ടുണ്ട്. അതായത് RSSനെ കുറിച്ചുള്ള ഇഡിയറ്റ് എന്നുള്ള പരാമർശങ്ങൾ, ഇവയെല്ലാം തന്നെ നീക്കം ചെയ്യും എന്ന് തന്നെ ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുണ്ട്. സഭയിൽ പാർലമെന്ററി കാര്യമന്ത്രിയും അതോടൊപ്പം തന്നെ സഭാ ഉപനേതാവ് കൂടിയായ രക്ഷാമന്ത്രി രാജ്നാഥ് സിംഗും ഈ ആവശ്യം ഉന്നയിച്ചിരുന്നു. ഇതൊക്കെ രേഖയിൽ നിന്നും നീക്കം ചെയ്യണമെന്ന്. ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ പരാമർശം വന്നിരിക്കുന്നത് ബില്ല് പാസ്സായ ശേഷമുള്ള അദ്ദേഹത്തിന്റെ ഒരു പ്രസ്താവനയാണ്. യുവാക്കളുടെ ഭാവി പന്താടുന്ന ആർക്കെതിരെയും കർശനമായ നടപടിയെടുക്കുമെന്നാണ് ഇപ്പോൾ അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത്. രാഹുൽ ഗാന്ധി നടത്തിയിട്ടുള്ള പരാമർശങ്ങൾ പലതും ആഭ്യന്തരമന്ത്രിക്കെതിരെ നടത്തിയിട്ടുള്ള പരാമർശങ്ങൾ രേഖകളിൽ നിന്നും നീക്കം ചെയ്തിരിക്കുന്നു. പി ബസന്ത് വിവരങ്ങൾ നൽകിയത്.